മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാലവർഷം വന്നു കഴിഞ്ഞാൽ പല മാരക രോഗങ്ങളും, ഡെങ്കിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നതായി നാം എല്ലാ വർഷവും കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് ഓരോ സ്ഥലങ്ങളിലും കൂട്ടി കിടക്കുന്നതിനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും വിദഗ്ധരുമൊക്കെ ഈ വിവരങ്ങൾ എല്ലാ വർഷവും നമ്മെ അറിയിക്കുന്നതാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നും നമ്മുടെ ആൾക്കാർ കുറേയെല്ലാം മാലിന്യങ്ങൾ നമ്മുടെ പുറത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു സങ്കടകരമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വളരെ ശക്തമായ രീതിയിൽ അതിനെ വളരെ ഗൗരവമായ രീതിയിൽ അതിനെ നോക്കിക്കാണുന്നുണ്ട്. മാലിന്യം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ വലിയ ഫൈൻ നാം ഒടുക്കേണ്ടി വരും എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ കാവകാട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു, വാർഡ് കൗൺസിലർ ലീന സണ്ണി, ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ, HIമാരായ അനീഷ് CG, ബിനു പൗലോസ്, രഞ്ജിത് ചന്ദ്രൻ, ശ്രീലിനി, സോണി ബാബു, മഞ്ജുത മോഹൻ, റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി, ശ്രുതി S. നായർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ വിവിധ വാർഡുകൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വിവിധ വാർഡുകളിൽ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്.